നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 21, 22 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 21 വെളുപ്പിന് 1:35 AM മുതൽ ജനുവരി 23 രാവിലെ 8:33 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട്. ദയവായി ദക്ഷിണയായി നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് നൽകുക. ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. അതൊരു പുതിയ പരിപാടിയാണ്, ഹൈപ്പ് ചെയ്യുക. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിൽ 6 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട് ഈ ദിവസങ്ങളിൽ. 3 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 3 രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരുന്നു. ആദ്യം മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് വ്യാഴം പ്രതികൂലമല്ലെങ്കിലും അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. വ്യാഴം പ്രധാനപ്പെട്ട ബാക്കി ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പ്രധാനമായിട്ടും 4 ഗ്രഹങ്ങൾ സൂര്യൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ ഇവ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ മകരമാസം മുഴുവൻ ഉണ്ടാവും. തൊഴിൽ ഭാഗ്യം, അതുപോലെ തന്നെ സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഗ്രഹവും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല, എങ്കിലും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വ്യാഴവും ശുക്രനും ചന്ദ്രനും ശനിയും ഉണ്ട്. അപ്പോൾ ഇവർക്ക് തീർത്ഥയാത്രകൾ, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾ അതിനുള്ള അവസരം ഒരുങ്ങും. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊരു വിജയ സാധ്യത നിലനിൽക്കുന്നു. വീട്, വാഹനം ഒക്കെ കരഗതമാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവത്തിൽ വരും. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ വിജയമുണ്ടാവാം. പക്ഷേ അതിനൊക്കെ തടസ്സങ്ങൾ
പ്രതീക്ഷിക്കുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ടെങ്കിലും അതിനുമൊക്കെ തടസ്സമാണ് കാണുന്നത്. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഓക്കെ, അതുമാത്രമല്ല ചന്ദ്രൻ അഷ്ടമത്തിലാണ്. ഓക്കെ, ശുക്രൻ 7ാം ഭാവത്തിൽ അനുകൂല അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നതും. അപ്പോൾ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഗ്രഹങ്ങളില്ലെങ്കിലും ആവശ്യത്തിലധികം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊക്കെ ഉണ്ട് താനും. ചന്ദ്രനും സർപ്പവും അഷ്ടമത്തിൽ നിൽക്കുന്നു. എങ്കിലും ശനി ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതേ ഉള്ളൊരു ആശ്വാസം. പക്ഷേ എന്നാലും പൊതുവെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവയൊക്കെ. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. പൊതുവെ കർക്കിടകം രാശിക്ക് അത്ര വലിയ മെച്ചമുള്ള ദിവസങ്ങളല്ലെന്ന് മാത്രമല്ല അല്പം ദോഷാധിക്യമുണ്ട്. അപ്പോൾ കഴിവതും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ ഈ ദോഷാധിക്യം മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്ര ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും അഷ്ടമശനി തുടരുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഈ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, പിതൃസ്വത്ത് ലഭിക്കാം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ യാത്രകൾ, തീർത്ഥയാത്രകളും ഉല്ലാസയാത്രകളും സാധ്യമാകും. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ കന്യാരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഈ തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 4ാം ഭാവത്തിൽ പ്രതികൂലമാണ് ചൊവ്വ. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം, വീഴ്ച പറ്റാതെ സൂക്ഷിക്കണം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട്
എല്ലാ ദിവസവും പോയി 10,000 രൂപയ്ക്കൊന്നും ലോട്ടറി എടുക്കാമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. 1-2 ലോട്ടറിയൊക്കെ എടുക്കാം. അതിനുള്ളൊരു സ്കോപ്പ് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ചിലരൊക്കെ പോയി 6,000 രൂപയ്ക്കുമൊക്കെ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്തതിന് എന്നെ ചീത്ത വിളിക്കുക. അതായത് 6,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ലോട്ടറിയൊക്കെ എടുക്കുക. അധികമായാൽ അമൃതും വിഷം. ഓക്കെ. ഇവർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിപ്പെട്ടാലും അതിനൊരു വിജയ സാധ്യതയുണ്ട്. കാര്യം സർവകാര്യ വിജയം നൽകിക്കൊണ്ട് ശനി അനുകൂലമായിട്ട് 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിക്കാൻ പറ്റും. സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭ്യമാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത ഉരുത്തിരിഞ്ഞു വരും. തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പിതൃ സ്വത്ത് ലഭിക്കാം, പിതൃഗുണം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിലാണ് ശനി. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ശനി ഫലം തരുന്നു. എങ്കിലും പൊതുവെ ഇവർക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടേ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഫലം പറയുന്നുള്ളൂ. എങ്കിലും 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ ഉറപ്പിച്ച് പറയാം, സൂര്യനും ചൊവ്വയും ശുക്രനും അനുകൂലമായതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ട് നേട്ടമുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത ഉണ്ട്. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ്റെ ആനുകൂല്യം കിട്ടുന്നില്ല. ഇവിടെ സൂര്യൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, പിന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. സർവകാര്യ വിജയം നേടിത്തരുന്ന ശനി അനുകൂലമാണെങ്കിലും ഇവിടെ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായതുകൊണ്ട് അതിനൊക്കെ തടസ്സം ഉണ്ടാവും. അതുപോലെ ധനവരവ് ഉണ്ടാവുമെങ്കിലും അതിനും ഒരു തടസ്സമൊക്കെ ഉണ്ട്. ഒരു 10,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 8,000 9,000 ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പൊതുവെ മകരം രാശിക്ക് അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളല്ല, അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ 3ഉം ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിലും 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്രതികൂലമായിട്ടുള്ള
ദിവസമായിട്ട് കുംഭൻ രാശിക്കാരെ കുറിച്ച് പറയുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, എങ്കിലും അതിനൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ട്, അതിനും തടസ്സങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, അതിനും ഒരു പരിധികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ അന്വേഷിച്ചാൽ ഈ ദോഷാധിക്യം മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് മകരമാസം മുഴുവൻ തൊഴിൽ പരമായിട്ട് നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടം, അതുമാത്രമല്ല പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. അതുപോലെ തന്നെ ഇവർക്ക് നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർ ജന്മശനി ആയതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചന്ദ്രനും ഇവിടെ പ്രതികൂലമാണ്. നല്ല ദിവസങ്ങളാണെങ്കിലും കഴിവതും നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. തിങ്കളാഴ്ച ശിവന്, അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മീനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 21, 22 തീയതികളിൽ രാവിലെ 5:18 AM മുതൽ രാവിലെ 6 മണി 6 മിനിറ്റ് AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 21, 22 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 21-ാം തീയതി ഇല്ല. 22-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി 15 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 22-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി 38 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 2 മണി 3 മിനിറ്റ് PM വരെയാണ് 21-ാം തീയതി രാഹുകാലം. 22-ാം തീയതി 2 മണി 4 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി 30 മിനിറ്റ് PM വരെയാണ് രാഹുകാലം. 22-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 21-1-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഈ 2ൻ്റെ ഒരു കളി പ്രധാനമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 22-1-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 1, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 21-ഉം 22-ഉം ദിവസങ്ങളിൽ നമ്മൾ ഈ 2ൻ്റെ ഒരു കളി പ്രതീക്ഷിച്ചോണം. ഓക്കെ. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. ബുധനാഴ്ച 21-ാം തീയതി പച്ച, 22-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.